നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം സ്നാനം ചെയ്തു. മഹാകുംഭമേളയിലൂടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കാൻ സാധിച്ചുവെന്ന് സ്നാനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഇത്രയും മികച്ച രീതിയിൽ മഹാകുംഭമേള സംഘടിപ്പിച്ചതിന് യോഗി സർക്കാരിന് നന്ദി പറയുന്നുവെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതികരിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വലിയ പ്രവാഹമാണ് കുംഭമേളയിൽ കാണാനായതെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കും ഒത്തൊരുമയ്ക്കും വേണ്ടി താൻ ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചുവെന്നും ആർലേക്കർ പറഞ്ഞു. അദ്ദേഹം കുടുംബത്തോടൊപ്പം ബോട്ട് യാത്രയും നടത്തുകയുണ്ടായി. കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദയും ഇന്നലെ കുടുംബസമേതം പ്രയാഗ്രാജിലെത്തി മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മഹാകുംഭമേളയിൽ ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്യാൻ വലിയ രീതിയിലുള്ള പ്രവാഹമാണ് ഉള്ളത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെ 1.43 കോടിയിലധികം ഭക്തർ ഇവിടങ്ങളിൽ പുണ്യസ്നാനം നടത്തി. സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഈ ഇടയ്ക്ക് ഉണ്ടായി. ഈ സുരക്ഷാ വിഷയങ്ങൾ കണക്കിലെടുത്ത് കനത്ത പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വാട്ടർ പോലീസ് ഉദ്യോഗസ്ഥരെയും NDRFനെയും മുങ്ങൽ വിദഗ്ധരെ അടക്കം വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ സംഗമത്തിലെ എല്ലാ ഘട്ടുകളും CCTV ക്യാമറകളും ഡ്രോൺ ക്യാമറകളും ഉപയോഗിച്ച് തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളും അധികൃതർ അറിയിക്കുകയുണ്ടായി. ഇതുവരെ 60.74 കോടിയിലധികം ഭക്തരാണ് പ്രയാഗ്രാജ് മഹാകുംഭത്തിൽ പുണ്യസ്നാനം ചെയ്തത്. ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് 2 തവണ ഇവിടെ കുംഭമേളയ്ക്കിടെ തീപിടുത്തമുണ്ടായത് വളരെ വലിയ ഗൗരവമായി എടുത്തിരുന്നു. പ്രയാഗ്രാജിലെ ശങ്കരാചാര്യ മാർഗിലെ സെക്ടർ 18-ലായിരുന്നു രണ്ടാമത് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ നിരവധി ടെന്റുകൾ കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. മേഖലയിൽ രക്ഷാപ്രവർത്തനം അടക്കം നടത്തിയിരുന്നു. ഓൾഡ് GT റോഡിലെ തുളസി ചൗരയിലെ ക്യാമ്പിലായിരുന്നു അഗ്നിബാധ ഉണ്ടായത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിരുന്നു. തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയ ശേഷം നാശനഷ്ടം വിലയിരുത്തിയിരുന്നു. കുംഭമേള നടക്കുന്ന സ്ഥലത്തെ രണ്ടാമത്തെ തീപിടുത്തമായിരുന്നു അവിടെ നടന്നത്. ജനുവരി 13-ന് കുംഭമേള തുടങ്ങി. ജനുവരി 29-ന് കുംഭമേള സ്ഥലത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുറച്ച് ആൾക്കാർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈയിടയ്ക്കും റെയിൽവേ സ്റ്റേഷനിലും കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വാർത്തയായതാണ്. എന്തായാലും കുംഭമേളയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കുംഭമേളയിലെത്തി പുണ്യസ്നാനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഗവർണർ ഉടൻ കേരളത്തിലേക്ക് തിരിച്ചെത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.